അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം പരിശുദ്ധ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദ്യമായി ഖുർആൻ പഠിക്കുമ്പോൾ തജ്വീദ് നിയമങ്ങൾ, ഖുർആനിൻ്റെ നിയമങ്ങൾക്കാണല്ലോ തജ്വീദ് എന്ന് പറയുക. അത് മുഴുവനായും പാലിക്കേണ്ടതുണ്ട്, നിർബന്ധമാണ്. അതേപോലെ തന്നെ മഖ്റജുകൾ, എവിടുന്നാണോ പുറപ്പെടേണ്ടത് അതിൻ്റെ കേന്ദ്രങ്ങൾ 17 സ്ഥലങ്ങളുണ്ട്, 5 കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ അതും ശ്രദ്ധിക്കണം. പിന്നെ സിഫാത്തുകൾ, ആ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എങ്ങനെ, അതും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. ഓരോ സിഫാത്തുകളും അത് അറിഞ്ഞാൽ മാത്രം പോരാ. 2 അക്ഷരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ, 2 അക്ഷരങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ ഓതേണ്ട നിയമങ്ങളും അറിയണം. ഇതും അറിഞ്ഞാൽ പോരാ, അതോടൊപ്പം അത് ആവർത്തിച്ച് നമ്മൾ പാരായണം ചെയ്യണം. ഇങ്ങനെ എല്ലാം ഒത്തുവന്ന് പാരായണം ചെയ്താൽ മാത്രമേ നമുക്ക് തർത്തീലായിട്ട്, അഥവാ വളരെ സാവധാനം നമുക്ക് ഓതാൻ പറ്റും. പിന്നെ തദ്വീറായിട്ടും നമുക്ക് ഓതാൻ പറ്റും. വളരെ സ്പീഡിലുമല്ല, അതുപോലെ തന്നെ വളരെ സ്ലോവുമല്ല, ഒരു സാവധാനത്തിലും ഓതാൻ പറ്റും. അതുപോലെ തന്നെ ഹെദറായിട്ടും നമുക്ക് ഓതാൻ പറ്റും, സ്പീഡായിട്ടും നമുക്ക് ഓതാൻ പറ്റും. ഇതുപോലെ ഓതണമെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ നിയമങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊക്കെയും നമ്മുടെ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ ശരിയാവണ്ണം ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങൾ എന്ന് പറയപ്പെട്ട ഈ ദിനത്തിൽ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.